ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപാര രുചിയിലുള്ള ഒരു പരിപ്പ് കറിയാണിത്. മീനും വെജിറ്റബിളും ചിക്കനും ഒക്കെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ട പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലപ്പരിപ്പ് കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്തിയതാണ് കേട്ടോ ഇത്. കടലപ്പരിപ്പിന് കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കുതിർത്തിയെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കുതിർത്തിയാലും നല്ലതാണ് കേട്ടോ. കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ചുവന്ന പരിപ്പോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ അട്ടാണി പരിപ്പോ നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് ഉപയോഗിച്ച് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ പരിപ്പ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 2 അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. വേവ് കുറവുള്ള പരിപ്പാണെങ്കിൽ വെള്ളം അല്പം കുറച്ച് ചേർത്താൽ മതിയാകും. പിന്നെ നമുക്ക് കറിക്ക് കുറച്ച് ലൂസ് വേണമല്ലോ, അതനുസരിച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ലോക്ക് ചെയ്ത് നമുക്കിത് പാകത്തിന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ സമയവും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ പരിപ്പ് വേവിച്ചെടുക്കുന്നത് അതനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു കുഴിവെള്ള കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ല പൊടി പോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇനി ഇത് വഴറ്റിക്കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വലിയ സവാള പൊടി പോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പരിപ്പിനാണ് നമ്മളിപ്പോൾ 2 വലിയ സവാള എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പരിപ്പാണ് നിങ്ങൾ കറി വെക്കാൻ എടുക്കുന്നതെങ്കിൽ 1 വലിയ സവാള പൊടിയായി അരിഞ്ഞിട്ട് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കണം. സവാള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കുറച്ച് കൂടുതൽ സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള ഇതുപോലെ നിറം മാറി മുരിഞ്ഞ് വരുന്ന സമയം വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കടലപ്പരിപ്പായതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചതച്ച മുളകായതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഇത് മൊരിയണം. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ മണം നമ്മളുടെ കറിക്ക് വരും. അത് നല്ലതല്ല. മസാലപ്പൊടികൾ നന്നായിട്ട് ചൂടായി പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതാ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ കുക്കറിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. പരിപ്പ് നമുക്ക് കാണാൻ പറ്റണം, എന്നാൽ വേകാതിരിക്കുകയും ചെയ്യരുത്.
കടലപ്പരിപ്പ് ഇതുപോലെ വെച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയിൽ ഈ പരിപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഒത്തിരി കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ കറിയുടെ ലൂസ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസ് വേണ്ടവർക്ക് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മീഡിയം അയവിലുള്ള ഒരു കറിയാണ്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പോയി ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. പരിപ്പായതുകൊണ്ട് ചട്ടിയുടെ അടിയിൽ പോയി പറ്റിപ്പിടിച്ച് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മസാല എല്ലാം നല്ലതുപോലെ മിക്സായി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ പരിപ്പ് കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ചൂടാക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ പരിപ്പുമായി നല്ലതുപോലെ മിക്സ് ആകും. ഇപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കിയാൽ ഇരിക്കുന്നത്. പരിപ്പൊക്കെ ഏകദേശം കാണുകയും ചെയ്യാം. നല്ല കുറുകിയ ഗ്രേവിയുമാണ്. തക്കാളിയൊക്കെ ചേർത്തതുകൊണ്ട് ഗ്രേവിക്ക് നല്ല കൊഴുപ്പാണ്. പരിപ്പ് കാണുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കേട്ടോ. വേകാത്ത പരിപ്പല്ല, എന്നാൽ വെന്ത് പോയിട്ടുമില്ല, അതുപോലെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് കടലപ്പരിപ്പ് തന്നെയാണ് നല്ലത് കേട്ടോ. വേറെ ഏത് പരിപ്പാണെങ്കിലും പെട്ടെന്ന് വെന്തുടഞ്ഞു പോവും. കുറുക്ക് പോലെ ആയിരുന്നാൽ ഈ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു കറിയും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവയെല്ലാം നമ്മുടെ കൈകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവയാണ്. പരിപ്പും സവാളയും തക്കാളിയും ഇതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ്. ഒന്നും നമുക്ക് ഇല്ലാത്തതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒരു കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലതാണ്. മീൻ കറിയും ബീഫ് കറിയും ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചപ്പാത്തിക്കും ചോറിനും കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്